നമസ്കാരം. നമസ്തേ. ഇപ്പം കേരളത്തിൽ ഭരണപക്ഷത്തോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്ന ഒരു ഈവൻ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സാധനം. ഇപ്പം നമുക്കറിയാം 10 വർഷത്തോളം പിണറായി വിജയൻ എന്നുള്ള ഒരാളായിരുന്നു പാർട്ടിയെ ആയാലും അതോ ഗവൺമെൻറ് രണ്ടിനെയും കൂടി ഒരൊറ്റ കേന്ദ്രീകൃതത്തിലേക്ക് കൊണ്ടുവന്ന് ഭരിച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു CM എന്നുള്ള നിലയ്ക്ക് വലിയ പരാജയം 102 സീറ്റോളം സീറ്റുമായിട്ട് UDF മുമ്പോട്ട് വരുന്നു. അപ്പം ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള വലിയ ചർച്ചകൾക്കിടയിൽ ഒരിക്കലും പിണറായി വിജയൻ ആവില്ല എന്നുള്ള തരത്തിൽ പല വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ വീക്ഷിക്കുന്നത്? ഇലക്ഷന് ശേഷം കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നതിനെ ചൊല്ലി ഉണ്ടായ ഒരു അഭിപ്രായ ഭിന്നത, അത് മാധ്യമങ്ങൾ ആ വിഷയം ഹൈലൈറ്റ് ചെയ്തത് പിണറായി വിജയൻ മുതലെടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോൺഗ്രസിലെ ഭിന്നത കാരണം CPM-ന്റെ കുഴപ്പങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയി. ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായ പിണറായി വിജയൻ വീണ്ടും തിരികെ അദ്ദേഹത്തിന്റെ സ്ഥാനം പാർട്ടിയിൽ ഉറപ്പിച്ചു. അതായത് പവസ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഇടതു സർക്കാരിന് ദയനീയ പരാജയം കിട്ടി. അതിന്റെ കാരണക്കാരൻ ശരിക്കും പിണറായി വിജയൻ തന്നെ ആയിരുന്നു. പക്ഷേ ആ കാരണം, അതിൽ നിന്നും, ആ പാപഭാരത്തിൽ നിന്നും അദ്ദേഹത്തിന് മോചനം കിട്ടി. അല്ലെങ്കിൽ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ആ പാപഭാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് പാർട്ടിയിൽ വിമർശനങ്ങൾ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ അധികമൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഈ ഇലക്ഷൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കരുത് എന്ന് പോലും ചിലരൊക്കെ ആവശ്യപ്പെട്ടതായിട്ടും ഒക്കെ വാർത്ത വന്നു. എന്തായാലും പിണറായി വിജയൻ തന്റെ സ്ഥാനം ഈ ബഹളത്തിനിടയിൽ ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനമായി. ആ വിഷയത്തിൽ നിന്നും മാധ്യമങ്ങളിലും ജനശ്രദ്ധ അങ്ങ് പോയപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് വെടിപൊട്ടിച്ചിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതിരൂക്ഷമായി വിമർശിക്കുകയും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അവസരം മുതലെടുത്ത് പിന്നെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച പിണറായിക്ക് പെട്ടെന്ന് ഇതൊരു തിരിച്ചടിയാണ്. പക്ഷെ പിണറായി തന്നെയാണ്. അത് കാരണം അദ്ദേഹത്തിനെ കുറച്ചു കാണാൻ പറ്റില്ല. അദ്ദേഹം പാർട്ടിയിലെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനവും അതുപോലെ ലോയൽറ്റിയും ഉണ്ട് അദ്ദേഹത്തിന്. അത് വെച്ചിട്ട് അദ്ദേഹം ഈ തീരുമാനങ്ങളെ, ഈ വിമർശനങ്ങളെയും ഒക്കെ അതിജീവിക്കുമെന്നാണ് തൽക്കാലത്തെ എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായിക്ക് ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായിയെ അനുകൂലിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയത്. പക്ഷേ അതിൽ കുറെ ആൾക്കാർ അവരുടെ നിലപാട് മാറ്റുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പേടിക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് എതിരെ വലിയ വിമർശനവും, യഥാർത്ഥത്തിൽ CPM ഇലക്ഷനിൽ തോക്കാനുള്ള കാരണം പിണറായി വിജയന്റെ നിലപാടുകളാണ്, ഭരണമാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും വ്യക്തമാണ്. പിണറായി വിജയൻ പോലും സ്വന്തം മണ്ഡലത്തിൽ പലവട്ടം പല റൗണ്ടിലും പിന്നിട്ട് നിൽക്കുകയായിരുന്നു. അത്ര ഒരു ആധികാരിക വിജയമല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരില് CPM-ന്റെ 2 വിമത സ്ഥാനാർത്ഥികൾ, അതായത് പാർട്ടി കോട്ടയായ പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും വിമത സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് എടുത്ത് പുറത്തു കളഞ്ഞ G. സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്നും വിജയിക്കുന്നു. ഇവരൊക്കെ തന്നെ UDF-ന്റെ പിന്തുണയോടാണ് വിജയിച്ചത്. പക്ഷെ അതൊന്നും ചർച്ചാ വിഷയമായില്ല. കോൺഗ്രസിന്റെ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ CPM-ന്റെ തോൽവിയും പിണറായിയുടെ ഉത്തരവാദിത്വവും ചർച്ചയായില്ല എന്നുള്ളത്, അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് മുതലെടുത്തു. ഇത്രയധികം കൗശലത്തോടെ ഒരു രാഷ്ട്രീയ നീക്കം കേരളം ഈ അടുത്ത നാളങ്ങ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 കാര്യങ്ങളിൽ ഇത് പിണറായിക്ക് ഗുണം ചെയ്യും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ സർക്കാരിന്റെ പല അഴിമതി കേസുകളിലും പോലീസ് അന്വേഷണമൊക്കെ വരുമ്പോൾ ക്യാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും രക്ഷപ്പെടാൻ പറ്റും. കാരണം പോലീസിനെ സ്വാധീനിക്കാൻ പറ്റും. പ്രതിപക്ഷ നേതാവിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇതൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും
അല്ലെങ്കിൽ SC ST വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും ഒക്കെ വിലയുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചാൽ. ഇത് അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും. രണ്ടാമത്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള അദ്ദേഹത്തിന്റെ പദവി പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും. പലപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ സഹായം സഭയിൽ ഭരണപക്ഷത്തിന് ഒരു ചില കാര്യങ്ങളിലെങ്കിലും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഏകകണ്ഠമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് സഭയിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 3 അംഗങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ചില കാര്യങ്ങളിലുള്ള സഹകരണം ഭരണപക്ഷത്തിന് വേണം. ഇതൊക്കെ പിണറായി വിജയന് സ്വന്തം ഇതിന്റെ മറവിൽ സ്വന്തം കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഭരണപക്ഷവുമായിട്ട് ചർച്ച നടത്താൻ അദ്ദേഹത്തിന് ഒരു വാതിൽ തുറന്നിടും. അപ്പം പിണറായിയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ്. അത് വ്യക്തിപരമായ നേട്ടം, പാർട്ടിയുടെ നേട്ടമായിട്ടല്ല ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. തൽക്കാലം അദ്ദേഹത്തിന് ഈ പ്രതിരോധത്തിനായിട്ട് ഈ സ്ഥാനം ഒരു കോട്ട നിർമ്മിക്കും. ആ പ്രതിരോധ കോട്ടയ്ക്കുള്ളിലേക്ക് അത് തകർത്തിട്ട് വേണം അദ്ദേഹത്തിന്റെ വിമർശകർക്ക് അദ്ദേഹത്തിനെതിരെ അടുത്തേക്ക് ചെല്ലാൻ. പക്ഷേ ഈ ജില്ലാ കമ്മിറ്റികൾ, ഇപ്പോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് അത് തീർച്ചയായിട്ടും ശ്രദ്ധേയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ശബരിമല ചോദിക്കും. അല്ലെ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പോളിറ്റ് ബ്യൂറോ വയസ്സിന് പരിധി കൊടുത്തത് പിണറായി വിജയന് ഇലക്ഷൻ മത്സരിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ യാതൊരുവിധ ഇതും പരിമിതി മീൻസ് ഈ വയസ്സിന് മറികടക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ ശക്തമായ രീതിയിലേക്കാണ് നല്ല വിമർശനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വാർത്തയിൽ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രായപരിധിയിലുള്ള ഇളവ് ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രമായിരുന്നു ഇളവ് അനുവദിച്ചിരുന്നത്. ആ പ്രായപരിധിയുടെ ഇളവ് മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആയിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കോൺഗ്രസ് കേരളത്തിലുണ്ടായ ഒരു ചർച്ച, മാധ്യമ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു മറവിൽ അദ്ദേഹം സ്വന്തം കസേരയിലേക്ക് പോയിട്ട് ആരും കാണാതെ ആ കസേരയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ഇനി ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തി. അപ്പൊ കസേര കിട്ടുന്ന ആളിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കസേരയിൽ നിന്ന് വലിച്ചു മാറ്റണം. നേരെ മറിച്ച് അദ്ദേഹം കസേരയിൽ ഇരുന്നില്ലായിരുന്നെങ്കിൽ ആ ക്ലെയിം അത്ര വരത്തില്ല. ഇനിയിപ്പോൾ പല ചോദ്യങ്ങൾ CPM വരും. കാരണം പിണറായി വിജയനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ CPM ഉൾപാർട്ടി തർക്കമാണെന്ന് മാധ്യമങ്ങൾ എഴുതും. ജനശ്രദ്ധ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി അപഹാസ്യമാവും. അങ്ങനെ ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉയർത്തിക്കൊണ്ട് അവര് പിണറായിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്ഥാനചലനത്തിന് ആയിട്ടുള്ള നീക്കത്തിനെ ചെറുക്കും. അപ്പോ ഇനി വരാൻ പോകുന്നത് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അതിശക്തമായ വിമർശനം വരണം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശനം ഉന്നയിച്ചത് വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെയാണ് ശബരിമല വിഷയം ഉണ്ടായത്. ഈ ശബരിമല വിഷയം ഇലക്ഷനിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ഇപ്പം സ്വർണം കട്ടവൻ സഹാക്കളാണേ അയ്യപ്പ എന്നൊക്കെയുള്ള പാട്ടുകൾ പോലും പിണറായി വിജയനെ ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ, അതൊരു പൊതുവികാരം പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളും എല്ലാം ഉയർന്നു വന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ആ ജില്ലാ കമ്മിറ്റിക്ക് വളരെ കൃത്യമായ നിലപാടെടുക്കുമ്പോൾ അവിടെ വീണ്ടും പിണറായിക്ക് വിശദീകരണങ്ങൾ കൊടുക്കേണ്ടത്. ഇതേ നിലപാടുകൾ ജില്ലാ കമ്മിറ്റികൾ പലതും സ്വീകരിച്ചല്ലോ. അത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിനെയാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏത് നിലപാട് സ്വീകരിക്കും? അതായത് കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദന്റെയും വിജയം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പാർട്ടിയുടെ ഒന്നും അംഗീകാരമില്ലാതെ തന്നെ ഗോവിന്ദന്റെ ഭാര്യയെ അവിടെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്, വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വകവെക്കാതെ അവരെ സ്ഥാനാർത്ഥിയാക്കിയത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്ന നിലപാട് അതിന് സംസ്ഥാനത്ത് ഉടനീളം പ്രസക്തി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റികളുടെ കയ്യിലായിരിക്കും ഇനി ഇതിൻ്റെ ഒരു നിയന്ത്രണം. സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയന്റെ സ്ഥാനാരോഹണത്തെ എതിർക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിണറായി വിജയന് മറുപടി പറയാൻ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും
പിണറായി വിജയൻ വേഗത്തിലൊന്നും കസേരയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ ഇടയിൽ അത് സി പി എമ്മിലെ ചോദിക്കും. അല്ല, ഇതിന്റെ ഇടയിൽ ഇപ്പം ഏറ്റവും എനിക്ക് തോന്നിയൊരു കാര്യം CPI രംഗത്ത് വന്നായിരുന്നു. CPI പറഞ്ഞത് ഈ പറഞ്ഞ പോലെ CPM-ന്റെ പല നേതാക്കന്മാരും പറഞ്ഞത് ഈ തോൽവിക്ക് ഒരു പരിധി വരെ കാരണം CPI ആണ്. PM ശ്രീ പോലത്തെ പദ്ധതികളിൽ ഒപ്പുവെക്കില്ലെന്നും അങ്ങനെ ഒപ്പുവെക്കുന്നവർ ഞങ്ങൾ മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് അംഗം വേണ്ടെന്നും CPI ശക്തമായ നിലപാടെടുത്തായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് CPM പറയുന്നത് ഒരു പരിധി വരെ പാർട്ടിയെ അല്ലെങ്കിൽ LDF-നെ തകർക്കാനുള്ളൊരു കാരണം CPI-യുടെ ഇത്തരത്തിലുള്ള നിലപാടുകളാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? CPI-യുടെ തലയിൽ ആ പാപഭാരം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. CPI പറയുന്ന പോലാണോ എല്ലാം ഇതുവരെ ചെയ്തിരുന്നത്? CPI ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെയൊക്കെ പലപ്പോഴും നിഷ്കരുണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ. അപ്പോൾ ഒരു വലിയേട്ടൻ മനോഭാവം കാണിച്ചിരുന്ന പിണറായി വിജയൻ എനിക്ക് തോന്നുന്നില്ല CPI-യുടെ തലയിലേക്ക് ഈ പാപം അങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റുമെന്ന്. അതൊക്കെ പിന്നെ എന്താ ഈ പലരെയും കുറ്റപ്പെടുത്തും. ഈ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബാഡ് വർക്കർ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. അത് ഇവിടെ ടൂൾ അല്ലെങ്കിൽ ഈ മോശപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പണിക്കാരനെ പോലെ അദ്ദേഹത്തിന്റെ പിന്നെ കഴിവുകേടിനെ മറ്റുള്ളവരുടെ മറ്റു പല കാര്യങ്ങളിലും ആണ് അതിന്റെ കാരണം എന്ന് അദ്ദേഹം അത് തന്റെ തലയിൽ നിന്ന് മാറ്റി മറ്റ് വേറെ ആരെങ്കിലും ചുമലിലേക്ക് അത് വെക്കാനുള്ള ഒരു ശ്രമം CPI-ക്കെതിരെ നടത്തിയത്. മാത്രമല്ല CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാതിരിക്കാൻ അത്ര വേഗത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-നും മൊത്തത്തിൽ ഇടതുമുന്നണിക്ക് 35 അംഗങ്ങളെ ഉള്ളൂ. CPI-ക്ക് 8ഓളം അംഗങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യമായ കണക്ക് ഓർക്കുന്നില്ല. CPM-ന് സ്വാഭാവിക 28 സീറ്റ് കിട്ടി. 90 സീറ്റിൽ 28 സീറ്റാണ് CPM-ന് കിട്ടിയത്. അപ്പോ CPI അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ പിണറായിക്ക് വിയർപ്പൊഴുക്കേണ്ടി വരും. അതല്ലെങ്കിൽ കോൺഗ്രസിലെ ഈ ഇപ്പോഴുണ്ടായ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലായി വന്ന് കോൺഗ്രസിനെ വലിയ നാശം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, അതുപോലെ മന്ത്രിസഭാ രൂപീകരണത്തിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയും മന്ത്രിമാരുടെ എണ്ണത്തെ ചൊല്ലിയും ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലുണ്ടായാൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം സുഗമമല്ലാതാവുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരെങ്കിലും ആയിട്ടുള്ള ബന്ധം സുഗമമല്ലാതാവുന്ന ഒരു ഘട്ടം എത്തിയാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ആധിപത്യം തുടർന്ന് നിലനിർത്താനും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പബ്ലിക് ഡിസ്കോഴ്സ് സ്വാധീനിച്ചിട്ട് മറ്റൊരു നാറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പെട്ടെന്ന് തന്നെ ലഭിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ CPM-ന്റെ നിലനിൽപ്പ്, പിണറായിയുടെ നിലനിൽപ്പ് കോൺഗ്രസിന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളിലും ഐക്യമുന്നണിയുടെ പിന്നെ ഒത്തൊരുമയിലും ആയിരിക്കും അതിൻ്റെ ഒരു താക്കോല്. കാരണം ഈ കോൺഗ്രസിലും ഐക്യമുന്നണിയിലും പടലപ്പിണക്കങ്ങളും പൊട്ടലും ചീറ്റലുകളും ആണെങ്കിൽ പിണറായിക്ക് തൽക്കാലം അദ്ദേഹത്തിന്റെ തടി രക്ഷിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.